ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, പ്രതിയെ കോടതിയിൽ സമയത്തിന് എത്തിക്കേണ്ടത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ ജാമ്യം കിട്ടൂല എന്ന കാര്യം അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ജാമ്യം കിട്ടാതിരിക്കാൻ ഇതാളെ കൊല്ലുന്ന കേസൊന്നും അല്ലല്ലോ. നമുക്ക് ഇന്നത്തെ കേസിനെ കുറിച്ച് നോക്കാം. താൻ അവനെ ഇറക്ക്, ആ വിഷ്ണുവിനെ. മൂക്ക് കയറിടേണ്ടവനെയൊക്കെ മൂക്ക് കയറിട്ട് തന്നെ നിർത്തണം. ഇല്ലെങ്കിലേ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോ യുവമാര് പരാക്രമം കാണിക്കും. സോമശേഖരൻ ചെന്ന് അവനെ ഇറക്കൊണ്ടുവാ. സാർ, അവനെ കൊണ്ടുവാ. അതെ, സാറ് വിളിക്കുന്നു. എന്തോ നാടകം ഇത്? ഇങ്ങനെ കൊണ്ടുപോകുന്ന നിർത്താതെ കയ്യിൽ ആ കൈവളയൊക്കെ ഒന്ന് അണിയിക്കേ. എടോ, 4 പേര് കണ്ട ഇവനാണോ അതിന്റെ കുറച്ചില്? ഇത്രയും വലിയ കുറ്റവാളിയായിട്ട് അവന് കൈവിലങ്ങ് പോലും കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ? അതങ്ങിട്ട് കൊടുക്കടോ. ആഹാ, എന്തൊരന്തസ്! ഇപ്പഴാ ഒരു ലുക്കായത്. ഇന്നലെ സുഖമായിട്ടൊക്കെ ഉറങ്ങിയോടാ? എനിക്കിപ്പോ ലോക്കപ്പായാലും വീടായാലും ഒരുപോലെയാ. സുഖമായിട്ട് തന്നെ ഉറങ്ങി. അപ്പൊ ഈ കൊതുവൊന്നും മതില്ലടാ ഈ മൂളിപ്പാട്ടൊക്കെ പാടി? ഈ ചോരകുടിയന്മാർ ഒരുപാടുള്ള സ്ഥലത്ത് ഈ കൊതുകിന് പാട്ടൊന്നും പാടി വരാൻ ഒരു റോളും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നെ കൊത്തിവെച്ച് നേരെ ചൊവ്വ പോവാൻ പറ്റില്ലെന്നേ കൊതുകിന് തോന്നിക്കാണും. എടാ, നിന്റെ ഈ നാവുണ്ടല്ലോ, അതാ നിന്നെ ഇങ്ങനെ വല്ലാണ്ടങ്ങ് വഷളാക്കുന്നു. സൂക്ഷിച്ചോ നീ. ഇന്ന് നിന്നെ ഒന്ന് കസ്റ്റഡി കിട്ടിയിട്ട് വേണം എനിക്ക് അറിഞ്ഞൊന്ന് പെരുമാറാൻ. എടാ, ചെറുപ്രായത്തിൽ നീ കഴിച്ചതൊക്കെ ഉണ്ടല്ലോ, ഞാനിഞ്ഞ് കക്കിച്ചെടുക്കും. ഇത് ചില മുറിജോലിസിമാർ ചെയ്യുന്ന പരിപാടിയല്ലേ. അവര് കൈവശമാണ് കക്കിച്ചെടുക്കുന്നേ. ഇതിപ്പോ എന്താ ചെറുപ്പത്തിൽ കഴിച്ചോ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? തെങ്ങിന്റെ ഇടയ്ക്കിൽ വളമായിട്ടിടോ? നിന്റെ ഈ നാവുണ്ടല്ലോ. സാർ ഒന്നും ചെയ്യില്ല. ഇങ്ങോട്ട് ചൊറിയാൻ വന്നാ നല്ല അന്തസ്സായിട്ട് അങ്ങോട്ടും ചൊറിയും കേട്ടാ. ഒന്നിനെതിരെ രണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ സാധാരണ കൊടുക്കാറില്ലേ. ഇവിടെ ഒന്ന് ഞാൻ മനപ്പുറം കുറച്ച ഒരു ബഹുമാനക്കുറവ്. നിന്റെ ഈ തിളപ്പുണ്ടല്ലോ കോടതി കൊണ്ടുപോകുന്ന വരെ ഉള്ളൂ. അത് കഴിഞ്ഞുണ്ടല്ലോ നിന്നെ കസ്റ്റഡിയിൽ വാങ്ങിക്കുന്ന മഹത്തായ ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം നീ കാണും, നിന്നെ കാണിക്കും എന്റെ ഇവിടുത്തെ യഥാർത്ഥ പത്തായപ്പര. കോടതിയിൽ നിന്ന് നിനക്കൊരു പോലീസ് കസ്റ്റഡി കിട്ടിയാൽ നിനക്ക് പിന്നെ ഇവിടെ തൃശ്ശൂർ പൂരമാടാ. കതിനെയും ഗർഭം കലക്കിയൊക്കെ അരങ്ങു വാഴുന്ന നല്ല 1-ാം തരം തൃശ്ശൂർ വെടിക്കെട്ട്. നിന്റെ ഈ ചങ്കുണ്ടല്ലോ ഇവിടെ കിടന്ന് പൂത്തിരി കറങ്ങുന്ന പോലെ കറക്കും ഞാൻ. കൊണ്ടുപോയി ജീവിക്കല്ലോ. ശരി സാർ. കോടതിയിലേക്ക് കൊണ്ടുവന്ന പ്രതിയെ കളക്ടർക്ക് മുന്നിൽ സംസാരിപ്പിച്ചിട്ട് കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. ഞാൻ കളക്ടറായിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടാ. ഭാര്യയ്ക്ക് ഭർത്താവിനെ വന്ന് കാണാനും സംസാരിക്കാനുള്ള അവകാശമുണ്ട്. അത് തടയാൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് യാതൊരു അവകാശവുമില്ല.
പിന്നെ ജാമ്യാപേക്ഷയുടെ കാര്യങ്ങൾ അറിയാൻ കുറ്റം ആരോപിക്കപ്പെട്ടയാൾക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് തടയാനും സാധ്യമല്ല. മേഡം, പ്രതിയെ കോടതിയിൽ സമയത്തിന് എത്തിക്കേണ്ടത് കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എന്റെ ഉത്തരവാദിത്വമാണ്. പിന്നെ ജാമ്യം കിട്ടൂയില്ല എന്ന കാര്യം അത് കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. ജാമ്യം കിട്ടാതിരിക്കാൻ ഇതാളെ കൊല്ലുന്ന കേസൊന്നും അല്ലല്ലോ. മാത്രമല്ല, ഒന്നാം പ്രതിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് വിഷ്ണുവേട്ടനും അല്ല. പിന്നെ ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അതും വിഷ്ണുവേട്ടനല്ല. തട്ടിക്കൊണ്ടുപോയി വിവാഹം കഴിച്ചവനെ നിങ്ങൾക്ക് പിടിക്കാനും കഴിഞ്ഞിട്ടില്ലല്ലോ. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന പഴയ കുട്ടമ്പിള്ള പോലീസിന്റെ മുട്ടാപ്പ് നിയമം കോടതി മുഖവിലയ്ക്ക് എടുക്കുകയില്ല. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് വിഷ്ണുവേട്ടന്റെ ജാമ്യം നിഷേധിക്കാൻ പറ്റും? പിന്നെ ആ പെൺകുട്ടിയെ വിഷ്ണുവേട്ടൻ മാറ്റി നിർത്തിയത് അത് അവളുടെ ഭർത്താവിന്റെ ആവശ്യപ്രകാര. അവര് നിയമപരമായി കല്യാണം കഴിച്ചവരാ. ആ പെൺകുട്ടി എങ്ങാനും കോടതിയിൽ വന്ന് സത്യാവസ്ഥ വിളിച്ചു പറഞ്ഞ വാദി പ്രതിയാവും. ഇനി ഇതല്ല, ജാമ്യം മനഃപൂർവ്വം കിട്ടാതിരിക്കാൻ മറ്റു വല്ലതുമാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ മിസ്റ്റർ ACP, നിങ്ങൾ കുറച്ച് കാര്യമായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. അതിനുള്ള വകുപ്പുകൾ ഞാൻ എന്റെ വക്കീലിനെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചോളാം. മേഡം, ഇത് മാത്രമല്ല കേസ്. പുറകെ ഇനിയും വരുന്നുണ്ട് ഇവരെ പൂട്ടാൻ വരുന്ന കേസ്. ഓ, ഓട്ടോറിക്ഷയിലെ സ്വർണ്ണ കേസല്ലേ? അതെടുത്തത് വിഷ്ണുവേട്ടനല്ല. മാത്രമല്ല, ആ ദുർബലമായ വലയിൽ വിഷ്ണുവേട്ടൻ വീഴുകയില്ല. കാരണം അതില് കഴമ്പില്ല. അതുകൊണ്ട് അതിന് വെച്ച വെള്ളം ACP ചന്ദ്രബോസ് സാറങ്ങ് വാങ്ങി വെച്ചേരെ. പിന്നീട് ചിലപ്പോ ഉപകാരപ്പെടും. വിഷ്ണുവേട്ടൻ ധൈര്യമായിട്ടിരിക്കെ. ഇതൊന്നും ഒരു കേസേ അല്ല. വിഷ്ണുവേട്ടൻ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ഇവിടുന്ന് പുറത്തിറങ്ങും. ഇല്ലെങ്കിൽ ഞാൻ ഇറക്കും. ഇതെന്റെ വാക്കാ. എന്ത് കഴിച്ചാണ്ടിരിക്കണോ? കൊണ്ടുവച്ച് ജീവിക്കണോ? സർ, നടക്കടാ അങ്ങോട്ട്.